കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പക വീണ്ടും ചോരപ്പുഴ ഒഴുക്കുകയാണ്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് സംഭവം ഉണ്ടായത്. അതുലിനെ കാറിൽ പിന്തുടർന്ന സംഘം അതുൽ സഞ്ചരിച്ച കാറിനെ ഇടിച്ചിട്ട ശേഷം സംഘം ചേർന്ന് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതക കേസിലെ മുഖ്യ പ്രതിയാണ് കൊല്ലപ്പെട്ട അതുലിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന വ്യക്തമായ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പട്ടാപ്പകൽ റോഡിൽ അരികിലാണ് സംഭവം നടന്നത്. ഏതാണ്ട് 11 മണി കഴിഞ്ഞാണ് അതുൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നത്. അതുൽ സഞ്ചരിച്ച കാർ പിന്നിൽ നിന്നും കൊലയാളികളുടെ ഇന്നോവ കാർ വന്ന് ഇടിച്ചതോടെ റോഡിന്റെ വലത് സൈഡിലെ താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. തൊട്ടുപിന്നാലെ വാഹനത്തിൽ നിന്നും മാരക ആയുധങ്ങളുമായി ചാടിയിറങ്ങിയ കൊലയാളി സംഘം കാറിന്റെ ചില്ലുകളും ഡോറും പൊളിക്കുകയും അതുലിനെ വളഞ്ഞിട്ട് വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു. 2025 മാർച്ച് മാസത്തിലായിരുന്നു ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷിന്റെ കൊലപാതകം നടന്നത്. ഇയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. 2024 കൂട്ടുകാരനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയായിരുന്നു ജിം സന്തോഷ്. കൊലപാതകം കൂടാതെ MDMA കേസിലും അതുലും കൂട്ടാളികളും പ്രതികളാണ്. ഒരിക്കൽ പോലീസ് പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ഒപ്പം യാത്ര ചെയ്തിരുന്ന അലുവ അതുൽ അവരെ റോഡിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടിരുന്നു. പോലീസ് വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ശേഷം തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയ അതുലും കൂട്ടരും കോടതി വളപ്പിൽ റീൽ ചിത്രീകരിച്ചതിന്റെ പേരിലും കേസ് നേരിട്ടിരുന്നു. ജിം സന്തോഷ് കൊലക്കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ ഈ അലുവ അതുൽ ജയിൽ വാർഡനെ മർദ്ദിച്ചിരുന്നു. കൊല്ലം ജില്ലാ ജയിൽ വാർഡൻ അഭിലാഷാണ് മർദ്ദനമേറ്റത്. കൂടാതെ ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറും അലുവ അതുൽ അന്ന് തല്ലി തകർത്തിരുന്നു. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന ഗുണ്ടാ നേതാവ് സന്തോഷിനെയാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ അതുൽ കൊലപ്പെടുത്തിയത്. മറ്റൊരു ഗുണ്ടാ നേതാവിനെ കുത്തിയ കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു. അയാൾ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കൊലപാതകം നടന്നത്. ആ വീട്ടിലെ കറണ്ട് ഓഫ് ചെയ്ത ശേഷം വീട്ടിന് നേരെ തോട്ട എറിഞ്ഞ് കതക് തകർത്ത ശേഷമാണ് ഗുണ്ടാ സംഘം അകത്ത് കടന്നത്. ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയത് പങ്കജ് എന്നയാൾ പറഞ്ഞിട്ടാണെന്ന് അലുവ അതുൽ പോലീസിൽ മൊഴി നൽകിയിരുന്നു. വർഷങ്ങളായി പങ്കജും സന്തോഷും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും കയ്യാങ്കളികളുമെല്ലാം വിരോധത്തിന് കാരണമായി എന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. തനിക്ക് സന്തോഷവുമായി വ്യക്തി വിരോധം ഉണ്ടായിരുന്നില്ല എന്നും അലുവ അതുൽ അന്ന് മൊഴി നൽകിയിരുന്നു. കൊലപാതക കേസുകൾക്ക് പുറമെ നിരവധി ക്രിമിനൽ കേസുകൾ കൂടി പ്രതിയാണ് കൊല്ലപ്പെട്ട അതുൽ. എറണാകുളം നോർത്ത് മേൽപ്പാലത്തിന് താഴെ ഹോട്ടൽ ജീവനക്കാരനെ ബ്ലേഡ് കൊണ്ട് കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ച് മൊബൈൽ ഫോൺ കട്ട കേസിലും ഇയാൾ പ്രതിയായിരുന്നു. പങ്കജ് എന്ന ഗുണ്ടയ്ക്ക് വേണ്ടി സന്തോഷിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ ഏറ്റെടുത്തതോടെയാണ് അതുൽ കൊല്ലത്തെ ഗുണ്ടാ സംഘങ്ങൾക്കിടയിൽ സജീവമായത്. കരുനാഗപ്പള്ളി ഓച്ചിറ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യമാണ് ഒടുവിൽ അതുലിന്റെ കൊലപാതകത്തിലും കലാശിച്ചത്. CCTV ക്യാമറകൾ ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന ഒരു തിരക്കുള്ള സ്ഥലത്ത് മുഖം പോലും മറക്കാതെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് കൊലപാതകം നടത്തി പോവുകയാണ് ഈ ക്രിമിനലുകൾ. നമ്മുടെ നിയമവാഴ്ചയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് പട്ടാപ്പകൽ നടന്ന ഈ കൊലപാതകം. മരിച്ചത് ഒരു കൊടും ക്രിമിനൽ ആയതുകൊണ്ട് ആർക്കും ഒരു ഞെട്ടലുമില്ല എന്നതാണ് സത്യം. ഹരിയാന രജിസ്ട്രേഷനുള്ള ഇന്നോവ കാറിനായി തെരച്ചിൽ നടക്കുകയാണ്. കരുനാഗപ്പള്ളി പോലീസും പ്രത്യേക അന്വേഷണ സംഘവും അക്രമികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി എന്നാണ് പറയുന്നത്.